Hello my dear students, welcome to Aegon Classes. Continuity and differentiability. നിങ്ങൾക്കറിയാം ഒരു വലിയ ചാപ്റ്റർ ആണ്. ഈ വലിയ ചാപ്റ്ററിലെ ഒരു ചെറിയ ഭാഗമാണ് കണ്ടിന്യൂറ്റി. പക്ഷേ കണ്ടിന്യൂറ്റി എന്നുള്ള ഈ ചെറിയ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കും. സോ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് ചോദിച്ചു വരുന്നത്. ഒന്ന്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെന്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് പാരാമീറ്റർ ഉണ്ടാവും, ആ പാരാമീറ്ററിന്റെ വാല്യൂ എന്താണ്. സോ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എഫ് എക്സ് ഈക്വൽ ടു 3x+1 if x is less than or equal to 3, x square plus 1 if x is greater than 3. Okay, so ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി. സോ ഇങ്ങനെ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട പോയിന്റ്, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ. ലെസ് ദാൻ 3ൽ 3x+1 ആണ്, ഗ്രേറ്റർ ദാൻ 3ൽ x²+1 ആണ്. അങ്ങനെ 3ൽ വെച്ചിട്ടാണ് ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യുന്നത്. 3ന്റെ ലെസ്സറിന് ഒരു ഫംഗ്ഷൻ, ഗ്രേറ്ററിന് വേറൊരു ഫംഗ്ഷൻ. ആ പോയിന്റിലാണ് നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. സോ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക? 3ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇത് മൂന്നും ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ അതെങ്ങനെ ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക നോക്ക്. ഫസ്റ്റ് നിങ്ങൾ എഴുതാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 3. സോ 3ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? മാക്സിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് മീൻസ് 3ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് എക്സിന്റെ വാല്യൂ 3ന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ 3ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഫംഗ്ഷൻ എന്താ വരാൻ നോക്കാം മക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 എന്ന് പറഞ്ഞ പോയിന്റിന്റെ അടുത്തേക്ക് 3 ഇവിടെ നമ്പർ ലൈനിൽ 3 ഇവിടെ ഇപ്പുറം 2 ഉണ്ട്, അപ്പുറം 4 ഉണ്ട്. സോ 3ന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യാണ്. ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യുന്ന 2.999 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാല്യൂസ് എല്ലാം 3നേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും. ലെഫ്റ്റിലൂടെ 3ന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ വാല്യൂ 3നേക്കാട്ടും ചെറിയ വാല്യൂസ് ആയിരിക്കും. സോ ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. കാരണം ലെസ് ദാൻ 3ൽ അതാണ് ഫംഗ്ഷൻ, 3നേക്കാൾ ചെറുതായതുകൊണ്ട് അതാണ് ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മളുടെ എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ ഏതാണ്? 3x+1. ഓക്കെ, ഇനി ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ 3 എന്നുള്ള വാല്യൂ ഡയറക്ട്ലി ഓക്കെ ഇവിടെ എക്സിന് കൊടുത്താൽ മതി. ഓക്കെ, കാരണം ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓക്കെയാണ്. സോ 3 × 3 + 1 is equal to 9 + 1 = 10. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങൾക്ക് 10 കിട്ടി. റൈറ്റ് ഹാൻഡ് ലിമിറ്റും 10 കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഓക്കെ RHL. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതാം RHL. ഓക്കെ, RHL ഓഫ് 3 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് മനസ്സിലാൻ വേണ്ടി എഴുതാം 3+. ഓക്കെ, സോ 3+ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെ 3ന്റെ അടുത്തേക്ക് വരാം മക്കളെ, റൈറ്റ് സൈഡിലൂടെ. സോ റൈറ്റ് സൈഡിലൂടെ 3ന്റെ അടുത്തേക്ക് വരുമ്പോൾ 3.00 അങ്ങനെ 3ന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ വാല്യൂ ഒക്കെ 3നേക്കാൾ വലിയ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. സോ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ ഏതാ? ഇത് എവിടെ നോക്ക്, ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ x²+1. ഓക്കെ മക്കളെ, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3+ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3+ എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ നിങ്ങൾ എഴുതാ x²+1. ഓക്കെ, ഇനി ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. x²+1 ലിമിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുക? ഡയറക്റ്റ് അപ്ലിക്കേഷൻ. ഇവിടെയും ഡയറക്റ്റ് അപ്ലിക്കേഷൻ ചെയ്യാൻ നോ പ്രോബ്ലം. സോ 3 ഡയറക്റ്റ് ആയിട്ട് ഇവിടെ x² കൊടുക്കുക. സോ 3² + 1 വരും. 3² 9 + 1 = 10. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 10, റൈറ്റ് ഹാൻഡ് ലിമിറ്റും 10. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, ഇത് മൂന്നും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഓക്കെ എഫ് ഓഫ് 3 ഫംഗ്ഷനിൽ ഡയറക്ട്ലി 3 കൊടുക്കുക. സോ ഡയറക്ട്ലി 3 കൊടുക്കുമ്പോൾ എവിടെയാണ് ഈക്വൽ ടു 3 ഉള്ളത് നോക്കുക. കണ്ടീഷനിൽ എവിടെയാണ് ഈക്വൽ ടു 3 ഉള്ളത് നോക്കുക. സോ മക്കളെ ഇത് അവിടെ കണ്ടീഷൻ നോക്ക്. ഇവിടെ ലെസ് ദാൻ 3 മാത്രമല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താ? 3x+1. ഓക്കെ, സോ അവിടെ വരും ഫംഗ്ഷൻ എഫ് ഓഫ് 3 3 × 3+1 തന്നെ വരും. ഓക്കെ, 3x+1 ഈ ഫംഗ്ഷനിൽ ഡയറക്ട്ലി 3 കൊടുക്കുക. സോ 3 × 3+1 വരും = 10. സോ LHL = RHL = വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഇത് മൂന്നും ഈക്വൽ ആയി. ഓക്കെ മക്കളെ, ഇതാ ഇതും ഈക്വൽ ആയി, മൂന്നും ഈക്വൽ ആയി. സോ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് at x = 3. ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് at x = 3. സോ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്.
സോ 3ലാണ് ഒരു പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആവാൻ സാധ്യതയുള്ളത്. കാരണം 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പറയാം ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഫൈനലി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ മക്കളെ, സോ ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 5 എന്ന് പറഞ്ഞ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ കെന്റെ വാല്യൂ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെന്റെ വാല്യൂ എന്താണ്, ഇതാണ് ക്വസ്റ്റ്യൻ. സോ അതിനർത്ഥം കെന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. എന്തുകൊണ്ട് ഈക്വൽ ആണ് എന്ന് പറയുന്നത്, കാരണം കണ്ടിന്യൂസ് ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ എഴുതുകയാണ് ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്, 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ്, സോ എഫ് ഓഫ് എക്സ് 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ 5ന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യും. സോ ഫംഗ്ഷൻ 5ന്റെ അടുത്തേക്ക് ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ വാല്യൂ തീർച്ചയായിട്ടും 5നേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ 5നേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താ, കെ എക്സ് പ്ലസ് 1 ഡയറക്റ്റ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ ചെയ്താൽ കെ എക്സ് പ്ലസ് 1, പിന്നെ 5 നമ്മൾ അവിടെ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര വന്ന് 5k പ്ലസ് 1. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങൾക്ക് കിട്ടി 5k പ്ലസ് 1. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, അതും ഇതും ഈക്വൽ ആയിരിക്കണം. കാരണം 5ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ആണോ അല്ലേ എന്നല്ല ചോദിച്ചത്, ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 3x മൈനസ് 5. ഓക്കെ, കാരണം 5 പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്, ഓക്കെ 3x മൈനസ് 5. സോ ഡയറക്ട്ലി നമ്മൾ 5 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × 5 15 മൈനസ് 5 ഇസ് ഈക്വൽ ടു 10. സോ 5k പ്ലസ് 1ഉം 10ഉം ഈക്വൽ ആവണം. ഓക്കെ, സോ 5k ഇസ് ഈക്വൽ ടു 9 ആവണം, k ഇസ് ഈക്വൽ ടു 9/5. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഫംഗ്ഷനിൽ മാറ്റം ഉണ്ടാവും, വാല്യൂസിൽ മാറ്റം ഉണ്ടാവും. ബട്ട് ഇതിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ മക്കളെ, സോ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.